ഒരു ചെറിയ സംശയം ഉന്നയിക്കാറുള്ളത് ചെലവ് എന്നുള്ളത് എന്തിനെയാണ് ആസ്പദമാക്കിയിട്ടായിരിക്കും ഇപ്പം ഉണ്ടാവുക? ഇപ്പം ചെലവ് പല രീതിയിൽ ചെലവാക്കാം പൈസ. അല്ല, അതാണ് ചെലവ് എന്നുള്ളൊരു വർത്താനം അവിടെ പറയണ്ട. നിസാബ് തികഞ്ഞ എമൗണ്ട് വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചെലവ് അതിൽ പെട്ടു. പിന്നെ ചെലവ് ചെയ്യണമെന്ന് വേറെ പറയണ്ടില്ല. അതുകൊണ്ട് തന്നെ മദ്ഹബിൻ്റെ കിതാബുകളിലും ഫുഖഹാക്കൾ വിശദീകരിച്ചതും ആധുനിക ഫുഖഹാക്കൾ വിശദീകരിച്ചെടുത്തൊന്നും ഇതങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുണ്ടാവുക എന്ന ഒരു ഷർത്ത് ചില ഫുഖഹാക്കൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് ഖർദാവി അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹുസ് സക്കാത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഷെയ്ഖ് അവിടെ വിശദീകരിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ വസ്ത്രം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെലവുകളാണ് ആ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ നിർണ്ണയിക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ മാസത്തിൽ 5 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. അയാൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കുക എങ്ങനെയാണ്? ഏതായി അടിസ്ഥാന ചെലവ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു നല്ലൊരു വാഹനം വാങ്ങിച്ചു, അത് അടിസ്ഥാന ചെലവാണ്. അപ്പോൾ അയാളോട് നമുക്ക് പറയാം നിങ്ങൾക്ക് ഓട്ടോറിക്ഷയും വാങ്ങാനും അല്ലെങ്കിൽ ഒരു ബൈക്ക് മതിയേനും. അപ്പോൾ ഇതൊക്കെ നിർണ്ണയിക്കലും കുറ്റപ്പെടുത്തലൊക്കെ വലിയ പാടാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇത് വളരെ എളുപ്പമാണ്. ഫുഖഹാക്കൾ പറഞ്ഞത് റസൂൽ പഠിപ്പിച്ചു മാത്രമാണ് വെച്ച് നോക്കിയാൽ നിസാബ് തികഞ്ഞു ഈ കൊല്ലം നോക്കുമ്പോൾ. അപ്പോൾ ഒരു ഡോക്ടർ, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ അയാൾ കഴിഞ്ഞ റമദാനിൽ സക്കാത്ത് കൊടുത്തു. ഈ റമദാൻ നോക്കുമ്പോൾ അയാളുടെ ബാങ്കിൽ ഇത്ര ലക്ഷമുണ്ട്, അയാൾക്ക് കിട്ടാൻ ഇത്ര ലക്ഷമുണ്ട്, മൊത്തം 10 ലക്ഷം. അതിൻ്റെ 2% 25,000 കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ്. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ.